മൃഗങ്ങൾ ചില സമയത്ത് മനുഷ്യന്മാരെ പോലെ പെരുമാറുന്നു. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ്, മനുഷ്യന്മാർ പലപ്പോഴും മൃഗങ്ങളെ പോലെ പെരുമാറുന്നു. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ കൃത്യമായ പ്ലാനിങ്ങും കണക്ക് കൂട്ടലുകളോടെയുമാണ് മനുഷ്യൻ തൻ്റെ ജീവിതം ജീവിച്ച് തീർക്കുന്നത്. സോ വൈകിക്കേണ്ട, നമുക്ക് മെയിൻ പ്ലോട്ടിലോട്ട് പോവാം. ഇവിടെ നടക്കാൻ പോകുന്നത് ഒരു അഭിനയ കളരിയാണ്. മനസ്സിൽ ഉറപ്പിച്ചു വെച്ച തീരുമാനങ്ങൾ ഒരിക്കലും തെറ്റാറില്ല, അത് ഏത് സാഹചര്യത്തിലാണെങ്കിലും. അപ്പോൾ രാവിലെ ഇവിടെ നടക്കാൻ പോകുന്ന അഭിനയ കളരിയുടെ അടിസ്ഥാനമായ നാടകം നമുക്ക് തുടങ്ങാം. നമ്മുടെ നാടകത്തിൻ്റെ പേര് രാവിലെ തുടങ്ങിയിട്ടുണ്ട്. നാടകം റിഹേഴ്സൽ എന്നാ പറയുന്നത്. എന്താ നാടകത്തിന്റെ പേരെന്തെന്ന് പറഞ്ഞ? പ്രഭാതം. പ്രഭാതം. അരുൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അവനൊരിക്കലും ആ കാര്യം അറിയാൻ പാടില്ല. അവനിനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. ഞാൻ ക്യാഷ് കൊടുത്താ അവൻ കള്ളാണ്. അവൻ വെച്ചാൽ ഫോട്ടോ ഉണ്ടാക്കണ, അവനും കഴിവില്ല. ഓക്കെ, അവനിനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. ഹാപ്പിയായിട്ട് ജീവിക്കട്ടെ. അവനെ ഹാപ്പിയായിട്ട് നിർത്തണം. അവനൊരിക്കലും ഈ 3 ദിവസത്തിൽ ദുഃഖം എന്താണെന്നറിയാൻ പാടില്ല. കാരണം അതവൻ്റെ മെൻ്റൽ ഹെൽത്തിനെ വളരെയധികം ബാധിക്കും. അഭിനയിക്കാൻ അവന് ആഗ്രഹമില്ലേ? അഭിനയിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. ലെറ്റ്സ് സപ്പോർട്ട് ഹിം. കഥാപാത്രങ്ങൾ തമ്മിലുള്ള അന്തരം മാത്രമല്ല. സ്റ്റോപ്പ്. പമ്പര വെട്ടി. സത്യം ഞാൻ വിളിച്ച് പറയാം. അതിനാണല്ലോ ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ മാന്യ പ്രേക്ഷകരെ, നമ്മുടെ കഥാനായകൻ അനുദിനം മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗിയാണ്. അവൻ്റെ അവസാന ആഗ്രഹമായാണ് ഇന്ന് പച്ചപ്പുള്ള സ്ഥലത്ത് അവൻ എഴുതിയ കഥയിലെ കഥാപാത്രങ്ങളായി അവൻ തന്നെ നിറഞ്ഞു നടക്കും. ജോലിക്ക് പറഞ്ഞ് സമയം വളരെ കുറവായതുകൊണ്ട് അവൻ അവൻ്റെ കലാസൃഷ്ടി സ്വന്തം അഭിനയത്തിലൂടെ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. സിമ്പിൾ ആൻഡ് ഹംബിൾ. പക്ഷേ ഈ മണ്ടന് പോലും അറിഞ്ഞുകൂടാത്ത ചില ഫ്ലാഷ് ബാക്ക്. ഒരാൾ രോഗിയാണോ അതോ രോഗിയായിട്ട് അഭിനയിക്കുകയാണോ എന്നൊക്കെ എനിക്കറിയാം. നമ്മുടെ കഥാനായകൻ ഒരു ബുദ്ധിമാനാണ്.
അതായത് പണ്ട് ഏതോ മഹാൻ പറഞ്ഞതുപോലെ യഥാർത്ഥ സ്വഭാവം പുറത്തു കാണിക്കാതിരുന്നാൽ അതിനർത്ഥം എന്തൊക്കെയോ ചില ലക്ഷ്യങ്ങളുണ്ടെന്ന് അർത്ഥം. നിക്ക് എന്തിത്ര ധൃതി? ഈ പടം എന്തിനാ ഇറക്കിയെന്ന് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കട്ടെ, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവൂല. സോ മാന്യ പ്രേക്ഷകരെ, ഒരാളെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല. എല്ലാവരുടെ ഉള്ളിൽ ഒരു മനസ്സിലിരിപ്പ് കാണും. ഗ്രാമർ ശരിയല്ലേ? സോ അത് പറയാനാണ് ഞാൻ ഇതെടുത്തത്.